ശ്രീ പി വി അൻവർ എം.എൽ.എ ADGP-ക്കെതിരെ തൽക്കാലം നടപടിയില്ല. LDF യോഗത്തിന്റെ അജണ്ടയിൽ പോലും ആ വിഷയം ഉണ്ടായിരുന്നില്ല എന്ന് കൂടി ഇപ്പോൾ അറിയാൻ കഴിയുന്നു. ശ്രീ പി വി അൻവർ എം.എൽ.എ, എനിക്കറിയില്ല, ഞാൻ അതിനെപ്പറ്റി വാർത്തയൊന്നും കണ്ടില്ല. അത് എന്താണെന്ന് അറിയാതെ എനിക്കൊന്നും പറയാൻ കഴിയില്ല. ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ. താങ്കൾ ഉന്നയിച്ച എനിക്കതിനെ കുറിച്ച് അറിയാത്ത കാര്യത്തെ കുറിച്ച് പറയാൻ വയ്യല്ലോ. നിങ്ങളിപ്പോ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. LDF എന്ന് പറയുന്നത് ഈ പാർട്ടിയുടെയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഘടകകക്ഷി ലീഡർഷിപ്പിലെ യോഗമല്ലേ. അവർക്ക് അവർ യുക്തമായ തീരുമാനം അവർക്ക് എടുക്കാമല്ലോ. ആ തീരുമാനം എന്തായാലും ഞാൻ അംഗീകരിക്കും. അത്രയേ ഉള്ളൂ ആ കാര്യത്തിൽ. അപ്പോഴും ശ്രീ പി വി അൻവർ എം.എൽ.എ, ഇതൊരു LDF-ന്റെ രാഷ്ട്രീയ അജണ്ടയിൽ, ഇന്നത്തെ യോഗത്തിന്റെ അജണ്ടയിൽ വരേണ്ട ഒരു വിഷയമായിരുന്നു എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ LDF-ൽ ഏത് അജണ്ട വരണമെന്നൊന്നും പറയാൻ ശേഷിയുള്ള ആളല്ലല്ലോ ഞാൻ. എന്റെ സദാ പ്രവർത്തകനല്ലേ. അതൊക്കെ അവരെ തീരുമാനിക്കാൻ ഹയർ ലീഡേഴ്സ് ഉണ്ടല്ലോ. അവർ കൂടി ആലോചിച്ച് അതിന്റെ എന്താ പറയാ സീരിയസ്നെസ് അനുസരിച്ച് അവർ ചർച്ച ചെയ്ത് പോവാറാണല്ലോ പതിവ്. അതിൽ ഞാൻ എങ്ങനെ അഭിപ്രായം പറയാനോ? പക്ഷെ ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ ശ്രീ പി വി അൻവർ. സംസ്ഥാനത്തെ ADGP അല്ലേ? ആയിരിക്കാം. അതൊക്കെ അവരല്ലേ തീരുമാനിക്കേണ്ടത്. ആ ഗൗരവത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു ഫോറാണല്ലോ LDF. അതങ്ങനെ നടക്കും. അതിലൊന്നും എനിക്ക് അഭിപ്രായമില്ല. ശ്രീ പി വി അൻവർ, ഇപ്പോൾ ഈ RJD നേതാവ് ശ്രീ വർഗീസ് ജോർജ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹമാണ് ഈ വിഷയം ഈ യോഗത്തിന്റെ അജണ്ടയിൽ വരണമെന്ന ആവശ്യം ഉന്നയിച്ചത്. അങ്ങനെയാണത് ആ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ യോഗത്തെ കുറിച്ച് ഒരു വിവരവും എന്റെ അടുത്ത് കിട്ടിയിട്ടില്ല മാഷേ. ശ്രീ പി അൻവർ എം.എൽ.എ, ഇത് ആ യോഗത്തിൽ പങ്കെടുത്ത, ആ യോഗത്തിൽ ഈ വിഷയം ഉന്നയിച്ച വർഗീസ് ജോർജ് പരസ്യമായി പുറത്തു പറഞ്ഞ കാര്യമാണല്ലോ. ആര് പങ്കെടുത്തു, ആര് ചർച്ച ചെയ്തു ഒന്നും അറിയില്ലല്ലോ. അവർ നേതാക്കന്മാർ പുറത്തിറങ്ങി അവർ നേർക്കുനേരെ പറയട്ടെ. അപ്പൊ എന്താണ് മനസ്സിലാക്കി. അതെ, അദ്ദേഹം ഇത് ശ്രീ പി വി അൻവർ, ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരികയാണ്. ശ്രീ വർഗീസ് ജോർജ് ഇത് പുറത്തിറങ്ങി പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ്. അല്ല, ഞാൻ കേട്ടില്ല. ഞാൻ കേൾക്കട്ടെ. വർഗീസ് ജോർജ് RJD അല്ലേ ഇത് പറയേണ്ടത്? LDF-ന്റെ സംസ്ഥാന കൺവീനറോ ചെയർമാനോ അല്ലേ? ശരി ശരി. TP രാമകൃഷ്ണനല്ലേ സഖാവല്ലേ? ശരി, അപ്പോൾ അതിന്റെ ഫൈനൽ പറയണ്ടേ? ശരി ശരി. നന്ദി ശ്രീ പി.